പ്രിയ പ്രേക്ഷകരെ, നമുക്കറിയാം പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമങ്ങളെ ആകെ തന്നെ ബാധിച്ച, നമ്മുടെ അടുക്കളയിലേക്ക് പോലും ആ പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിച്ച ഒരു കാലഘട്ടം. പൂർണ്ണമായും നമ്മളത് മറികടന്നിട്ടില്ല. വെല്ലുവിളികൾക്ക് നേരിയ കുറവൊക്കെ ഉണ്ടായെന്ന് മാത്രം. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക അവസ്ഥ കൂടിയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാവർക്കും അറിയാം, പശ്ചിമേഷ്യൻ സംഘർഷം ഗൾഫ് രാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ താമസിക്കുന്ന, ജോലി ചെയ്യുന്ന ഇടമാണ്. അവിടങ്ങളിലുണ്ടായ ചില ആയുധ നീക്കങ്ങളും യുദ്ധസമാന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ആശങ്കകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതൊന്നും അവിടുത്തെ സാമ്പത്തിക ക്രമങ്ങളെ ബാധിച്ചില്ല എന്ന വളരെ വലിയ നമുക്ക് വലിയ തരത്തിലുള്ള ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതായത് ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാലത്ത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയച്ചത് വലിയ തരത്തിലുള്ള തുകയാണ്. റെക്കോർഡ് വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്ന സാഹചര്യമാണ്. നമുക്കറിയാം, പ്രവാസികളായി അയക്കുന്ന പണം കുറയും എന്ന ആശങ്കയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് 70% മുൻ വർഷത്തെ ഇതേ മാസം പരിഗണിക്കുമ്പോഴുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ വർധനമുണ്ടായി എന്നതാണ്. അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം, ഒരു മാസം മുമ്പുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ $16 ബില്യൺ പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചത്, ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്ന പണം എന്ന പ്രധാനപ്പെട്ട കണക്കാണ്. ഇത് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന നാളുകളാണ്. സ്കൂൾ തുറക്കുന്ന സമയം, അവിടെ കൂടുതൽ പണം ചിലവഴിക്കാൻ വേണ്ടി വരുന്ന മാസമാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രവാസികൾ കൂട്ടത്തോടെ പണമടയ്ക്കുന്ന മാസമാണ്. പക്ഷേ അത് നമ്മൾ മുൻ വർഷത്തെ ഏപ്രിൽ മാസവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് 70% വർധനവുണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻ വർഷത്തെ അപേക്ഷിച്ച് 70% വർധനവ് എന്നതാണ്. ഇതിന് പല സാഹചര്യങ്ങളും പല സാധ്യതകളും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാലത്ത് ഗൾഫിൻ്റെ തൊഴിൽ മേഖലകളെ അത് കാര്യമായി ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ നാട്ടിലേക്ക് കൂടുതൽ പണം അയച്ച് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന പ്രവാസികളുടെ ഒരു കരുതലിൻ്റെ ഭാഗം കൂടിയാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യം കൂടിയാണ് വിശദമാക്കുന്ന ഒരു കാര്യം. അതായത് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിലേക്ക് പണം അയച്ചുള്ള പ്രവാസികളുടെ കരുതൽ, ആ കരുതൽ തന്നെയാണ് ഇവിടെ പ്രകടമാവുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തുവിടുന്ന ഏപ്രിൽ മാസത്തെ ഈ കണക്കെടുപ്പിലാണ് വളരെ പ്രധാനപ്പെട്ട ഈ കണ്ടെത്തലുള്ളത്. അതായത് പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാലത്തും രാജ്യത്തേക്ക് പണം അയച്ചത് 70% വർധനവുണ്ടായി എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ടാവുന്നത്. ഇതിന് സമാനമായൊരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. മറ്റൊന്നുമല്ലത് കോവിഡ് കാലമാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ച അനിശ്ചിതത്വങ്ങളുടെ സമയത്ത് പ്രവാസികളുടെ കൂടുതൽ കരുതലുണ്ടാകുന്നു എന്ന സാഹചര്യം. കോവിഡ് കാലത്തും സമാനമായ ട്രെൻഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കോവിഡ് കാലത്തും നാട്ടിലേക്ക് കൂടുതൽ പണം അയച്ച് നാട്ടിലെ ബന്ധുക്കൾക്ക് കരുതൽ നൽകുക, അതല്ലെങ്കിൽ തങ്ങൾക്കൊരു തൊഴിൽ പ്രതിസന്ധി ഉണ്ടായെങ്കിൽ നാട്ടിലേക്ക് പണം കരുതലായി മാറ്റുക എന്ന ഒരു ജാഗ്രത പ്രവാസികൾക്ക് പൊതുവിലുണ്ടായിരുന്നു. ഇത്തവണയും അതുണ്ടായിരുന്നു. അപ്പോൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാലത്തും നാട്ടിലേക്ക് പണം അയച്ചതിൽ ഒട്ടും കുറവുണ്ടായെന്ന് മാത്രമല്ല, അത് 70% വർധനമുണ്ടായി എന്ന കണക്കാണ് പുറത്തു വരുന്നത്. അതായത് ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ, ഗൾഫിലെ തൊഴിൽ സാഹചര്യങ്ങളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നതാണ് സാഹചര്യം. ആർക്കും തൊഴിൽ നഷ്ടം ഈ പശ്ചിമേഷ്യൻ സംഘർഷ പ്രശ്നങ്ങൾക്ക് മൂലം ഉണ്ടായിട്ടില്ല. ശമ്പളം വെട്ടിക്കുറച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ സാമ്പത്തിക കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടു നിന്നാൽ ഇതല്ല അവസ്ഥ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതായത് ഇനിയും പശ്ചിമേഷ്യയിൽ സംഘർഷം നീണ്ടു നിന്നാൽ ഗൾഫിലെ തൊഴിൽ മേഖലയെ അത് ബാധിക്കും. തൊഴിൽ നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന പോലെയുള്ള നടപടികളിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള പ്രവാസികൾക്ക് അത് തൊഴിൽ നഷ്ടമോ വരുമാന നഷ്ടമോ ഒക്കെ ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ പണം അയക്കുന്നത് കുത്തനെ കുറഞ്ഞേക്കാം. പക്ഷേ കഴിഞ്ഞ മാസത്തെ കണക്ക് നമുക്ക് പരിശോധിക്കുമ്പോൾ അത് കൂടിയിട്ടുണ്ട്. സാമ്പത്തിക വർഷ കണക്ക് അനുസരിച്ച് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പുതിയ സാമ്പത്തിക വർഷത്തിൽ പ്രവാസികൾ അയക്കുന്ന പണത്തിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കാം. അത് മലയാളികളെ സംബന്ധിച്ചേറെ പ്രാധാന്യമുള്ളതാണ്. അതായത് പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്ന് അയക്കുന്ന പണത്തിൻ്റെ 28%, 20% പണവും മലയാളികൾക്കാണ്, കേരളത്തിലേക്കാണ് പണം വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതായത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളത്തിലേക്കാണ് ഏറ്റവും അധികം പണം വരുന്നത് എന്ന കണക്ക് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അത് നമ്മുടെ പ്രവാസികളുടെ, മലയാളികളുടെ സാന്നിധ്യം നേരത്തെയും പലവട്ടം ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പശ്ചിമേഷ്യൻ സംഘർഷം പ്രവാസികളുടെ പണമയക്കലിനെ ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് 70% വർധനവ് കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായി എന്നതാണ് കണക്ക്. ജൂൺ മാസത്തെ കണക്കുകൾ കൂടി പുറത്തു വരാനുണ്ട്. ആ കണക്കുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോഴും ലഭിക്കുന്ന സൂചനകൾ അത് ഇനിയും വർദ്ധിച്ചു എന്ന കണക്കുകൾ തന്നെയാണ്. എന്തായാലും കൂടുതൽ വിശദമായ ആശ്വാസകരമായ കണക്കുകൾ തന്നെയാണ് നമുക്ക് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.